അപ്പോൾ ദേ ഞങ്ങൾ വന്ന സമയത്ത് സൂര്യൻ അത്യാവശ്യം നല്ല ചൂടായി തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക്. കാരണം നല്ല ചൂടുമുണ്ട്, എന്നാൽ തണുപ്പുണ്ട് നമ്മുടെ കടലിൻ്റെ സൈഡിൽ നിൽക്കുന്ന കാരണം. എന്നാലും ബീച്ച് കണ്ട ഒരു സന്തോഷത്തിൽ നമ്മൾ ബീച്ചിൽ ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ വലിയ വലിയ തിരകളും അതുപോലെ തന്നെ ചെറിയ തിരകളൊക്കെ വരുന്നുണ്ട്. പിള്ളേരൊക്കെ ഫുള്ള് വെള്ളം വരുമ്പോൾ അതിലിങ്ങനെ കിടക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. നമുക്ക് കാണുമ്പോൾ പേടിയാവും, ഇനിയിപ്പോൾ അവരെങ്ങാനും വെള്ളം വന്ന് തിര വന്ന് എടുത്തുകൊണ്ട് പോകുമോ എന്നുള്ളൊരു പേടിയാവും. പക്ഷെ അവർക്ക് യാതൊരു വിധ പേടിയില്ല കേട്ടോ. അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നിന്നിട്ട് തിര വരുമ്പോൾ അവിടെ കിടക്കുക, അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ കുറേ നാളായി ബീച്ചിൽ പോയിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ കൊറോണ ടൈമൊക്കെ ആയ കാരണം നമുക്ക് എവിടെയും പോകാൻ പറ്റാതിരിക്കുന്നൊരവസ്ഥയില്ലായിരുന്നു. പക്ഷേ ഇങ്ങനൊരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി. പിള്ളേരെക്കാൾ കൂടുതൽ ഹാപ്പി ഞാനായിരുന്നു എന്ന് പറയാം. ഇനിയിപ്പോൾ എന്നാണ് ഇതുപോലെ ഇനി വീണ്ടും ബീച്ചിൻ്റെ ഒക്കെ വരാൻ പറ്റുക നമുക്കറിയില്ലല്ലോ. കാരണം നമ്മുടെ വീടിൻ്റെ സൈഡിലൊന്നും ബീച്ച് ഏരിയ അല്ല. അപ്പോൾ കുറച്ച് ദൂരോട്ട് തന്നെ വരണം. ഇപ്പോൾ ചാവക്കാട് അല്ലെങ്കിൽ സ്നേഹതീരമൊക്കെ തന്നെ വരണം നമുക്കൊരു ബീച്ചിൽ പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് പെട്ടെന്ന് നമ്മളാരും അങ്ങനെയൊന്നും വരില്ല. അപ്പം ഈ ഒരു ചാൻസ് കിട്ടിയപ്പോൾ എന്തായാലും അത് അടിച്ച് പൊളിക്കാൻ തന്നെ വിചാരിച്ചു. പിള്ളേരുടെ കൂടെ തന്നെ നമ്മളും തലകുത്തി മറിയായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ തിര വരുമ്പോൾ, കാരണം നമ്മുടെ കാലിൻ്റെ അടിയിൽ മണ്ണ് നന്നായി ചോർന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ നമ്മളതിൻ്റെ കൂടെ പോവുകയാണോ എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ നിന്ന് ഓരോ തിര വരുമ്പോഴും അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ. ഈ ബോട്ട് മീനും പിടിച്ചിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഒരു മീൻ പിടിച്ച് വരുന്ന ബോട്ടിനെ ലൈവായിട്ട് കാണുന്നത്. നമ്മൾ സിനിമയിലൊക്കെ മാത്രമാണ് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാനത് ഫുള്ളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു, ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എങ്ങനെയാണ് അത് കയറ്റുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ ട്രാക്ടർ ഉപയോഗിച്ച് കയറ്റുന്നതൊക്കെ എനിക്ക് പുതിയൊരു കാഴ്ചയായിരുന്നു. എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇങ്ങനെ കയറ്റുക എന്നൊന്നും. തിര വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. വരുന്നുണ്ടോ ഒരെണ്ണം, പക്ഷെ അത്ര സ്ട്രോങ് അല്ല തോന്നുന്നു. ഇത്ര നേരം നല്ല സ്ട്രോങ് ഉള്ളായിരുന്നു കേട്ടോ വന്നുകൊണ്ടിരുന്നത്. ഇപ്പം എന്താണെന്നറിയില്ല, സ്ട്രോങ് അതെ ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ എല്ലാം നിന്ന് തോന്നുന്നു. ഇപ്പം സ്ട്രോങ് വരുന്നുണ്ട് കേട്ടോ. കാലിൻ്റെ അടിയിലെ മണ്ണ് ചോർന്ന് പോകും. കണ്ടോ, അങ്ങനെ നിറയെ ആൾക്കാരുണ്ട്. ഇത് ഇപ്പോൾ സൂര്യൻ്റെ ചൂടൊക്കെ ഒന്ന് നന്നായി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ചുകൂടെ നമുക്ക് എന്താ പറയുക രസം കൂടിക്കൂടി വരുന്നുണ്ട് കടലിലിറങ്ങാൻ. ചാവക്കാട് ബീച്ചാണ് കേട്ടോ. എക്സൈറ്റ്മെന്റ് കൊണ്ട് എന്താണ് പറഞ്ഞതെന്നുള്ളതല്ലോ ഓർമ്മയില്ല. കുറെ നാളെ ബീച്ചിലൊക്കെ വന്നിട്ട്, അപ്പൊ നമ്മുടെ ഭാഗത്ത് ബീച്ചൊന്നും ഇല്ലാത്ത കാരണം ബീച്ച് വരുമ്പോൾ പോകാനേ തോന്നാത്ത. ഈവനിങ് വെയിലൊക്കെ ഞങ്ങൾ വന്ന ടൈമിൽ നല്ല വെയിലുണ്ടായിരുന്നു, അത് രസമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വെയിലൊക്കെ ആണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ. കയറാൻ തന്നെ തോന്നിയില്ല. നല്ല ആൾക്കാരുണ്ട്, പിന്നെ മീൻ പിടിക്കാനാ തോന്നുന്നു. കുറെ വഞ്ചികള് കുറെ ഉണ്ട്. ഇവര് ട്വിൻസാണ്, ട്വിൻസ് സിസ്റ്റർ ആൻഡ് ബ്രദർ. അവരുടെ 2 കുട്ടികളാണ് കേട്ടോ. അത് അവരെ വീട്ടിലേക്ക് ഞങ്ങൾ വന്നതാണ്. അപ്പം എന്തായാലും ഒരു വീടിൻ്റെ അടുത്താണ് ബീച്ച്. അപ്പം അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. കഴിഞ്ഞോട്ട് വന്നപ്പോൾ വരാമെന്ന് പറഞ്ഞു, പക്ഷെ ഓടി ഒരു ഹായ് പറയാം. വീഡിയോയിൽ കുറെ ഹായ് കാണിച്ചിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ വെള്ളത്തിൽ കുത്തി മറിയാനുള്ള തിരക്കിലാണ്. ഞാനും അതെ കേട്ടോ. ഇതിനിടയിൽ വീഡിയോ എടുക്കാനുള്ള സമയമില്ല. അപ്പം ഞങ്ങളിവിടെ എന്തായാലും ഫുള്ളായിട്ടൊന്ന് എൻജോയ് ചെയ്യട്ടെ കേട്ടോ. അപ്പം അടുത്തൊരു തിര വരുന്നത്
നല്ല ഇൻട്രസ്റ്റിങ്ങിലാണ്. ചെറുപ്പത്തിലങ്ങോ എന്താ പറയുക ബീച്ചിൽ പോയതാണെന്ന് പറയണത്. പിന്നെ എപ്പോഴത്ര ബീച്ചിൽ ചാടുന്നത് അവള് കടലിൽ കാണിക്കാൻ കൊണ്ടുപോകുമോ എന്ന പോലെ കടല് കാണിക്കാൻ കൊടുന്നതാണ്. എന്തൊക്കെ പറക്കുണ്ട് അവിടുന്ന്. സൺസെറ്റ് അടിപൊളിയായിട്ട് കാണുന്നുണ്ട് അല്ലേ? സൂപ്പർ. ശരിയാ സൺസെറ്റ്. പോലീസുകാരെ കണ്ടപ്പോ ഒന്ന് എന്താ പറയുക, മാമയ്ക്ക് വേണ്ട. ബീച്ചിൽ വന്ന പിന്നെ ഐസ്ക്രീം ഇല്ലാതെ ഇതൊക്കെ സച്ചു തന്നതാണ് കേട്ടോ പെറുക്കിയിട്ട്. പക്ഷെ ഇവിടെ വലുതൊന്നുമില്ല, കുഞ്ഞിത് മാത്രമേ ഉള്ളൂ. കുറേ ആൾക്കാരിങ്ങനെ പറക്കുന്നുണ്ട്. ചുമ്മാ രസം. ശ്രേയ ഇത് ബലൂണൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. ഒരു ഹായ് പറ ശ്രേയ. ഇല്ലാന്ന് ശ്രേയക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ഇവിടെ മീൻ നോക്കാൻ പോകണമെന്ന് പറയുന്നുണ്ട്, കടപ്പുറം മീൻ. അപ്പം അത് നോക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞങ്ങൾ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇങ്ങനത്തെ ഒരു സീനും ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. നല്ല ഫ്രഷ് മീൻ ഇങ്ങനെ പിടിച്ച് പിടയ്ക്കുന്ന മീൻ എന്നൊക്കെ പറയുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് മീനും വാങ്ങിച്ചു കേട്ടോ ഇവിടെ നിന്ന്, ഫ്രഷ് ആയതുകൊണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം ഇന്നത്തെ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും പറ, ലൈക്ക് ചെയ്യാൻ പറ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാതായിരിക്കും. ബൈ ബൈ.